കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസിൽ ധൈര്യപ്പെട്ട നിന്റെ സങ്കേതത്തിൽ ഞാൻ അണയുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എന്നാ കഞ്ഞി എടുക്കട്ടെ ചായ? എനിക്കിപ്പോൾ വേണ്ടാന്നേ. ഞാൻ ആ ലീഗിലെ തോമാച്ചൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ മാമോസിക്ക് പോയി കഴിച്ചതല്ലേ. ഓ, വിശക്കുന്നില്ല. നീ വേണേ പോയി കഴിച്ചോടാ. ഓ അല്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. കൊച്ചപ്പൻ്റെ കൂടെ കഴിക്കുന്നതല്ല അതിൻ്റെ ഒരു രസം. പിന്നെ അല്ലാതെ ആ രസത്തിനല്ലേടാ അമേരിക്കയിൽ കിടന്ന് നിന്റെ ചേച്ചിമാർ കയറ് പറിച്ചിട്ട് ഞങ്ങൾ നിന്നെ പിടിച്ചപിടിയാൽ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. ആ നീയും കൂടി ഇവിടെ ഇല്ലേ പിന്നെ ഞാനും സിസിലിയും കുരങ്ങി എത്താ കുറവനും കുറത്തീവാ. ആഹാ, ഞാനിവിടെ കുരങ്ങല്ലയോ? കളരിയിലും കയറുകയല്ല, വൈദ്യശാലയിലും ഒരു ഉദവിയില്ല. മുമ്പ് ഹാള കളിച്ച് കടന്നുള്ളൂ ഒരങ്ങൻ. കൊച്ചപ്പൻ നോക്കും. 10 വർഷം 10 വർഷത്തിനകത്ത് ഞാനൊരു MLA ആവും. പിന്നെ രാശിയുണ്ടേ ഞാനൊരു മന്ത്രിയോ. പിന്നെ കൊച്ചപ്പൻ ആരാ? ആരാ? ആരാന്നാ? മന്ത്രിയുടെ കൊച്ചപ്പൻ. മന്ത്രി കൊച്ചപ്പൻ. ഒന്ന് പോയടാ മന്ത്രിയുടെ കൊച്ചപ്പൻ. എന്നാലേ ഞാൻ പറയാം, നീ വേറൊരു സംഭവമാവും. ഒരു ഇന്റർനാഷണൽ സംഭവം. അതെന്നതാ ആ സംഭവം? എനിക്ക് ഈ മർമാണി വൈദ്യം മാത്രമല്ല, ചില ലക്ഷണശാസ്ത്രവും കൂടെ അറിയാം. അങ്ങനെ ഇന്റർനാഷണൽ ആവണേലേ ഞാൻ ചേച്ചിമാര് പറയുന്ന പോലെ വല്ല അമേരിക്കയിലോട്ടോ മറ്റോ പോണം. അതിനെന്നതായാലും ഞാനില്ല. നമുക്ക് ഈ പാലായും പൈകയും ഒക്കെ മതിയേ. മതി മതി മതി. അവനോട് ഉപയോഗി ചില കഞ്ഞി കുടിച്ചേക്കാം. വാ. എടാവേ, നമ്മുടെ ജോമി പിടിക്കുന്ന സിനിമ എത്തട്ടായി? ഓ, ഒരു പിടിയില്ല. 3-4 ദിവസം മുന്നേ അവൻ വിളിച്ചായിരുന്നു. ഏതാണ്ട് ഷെഡ്യൂൾ ബ്രേക്ക് എന്നോ പാക്കപ്പ് എന്നോ. നിന്റെ അല്ലേ മേജർ ഷെയർ ചിക്കിലി. എന്നിട്ട് നീ ഒന്നും അറിയുന്നില്ലേ? ഓ, ഒരു ദിവസം അവിടെ പോയപ്പോഴത്തേനും എനിക്ക് മതിയായി. പിന്നെ നിനക്കറിയാമല്ലോ, അവനിത്തിരി അഭിനയും സിനിമാ പ്രാന്തൊക്കെ ഉള്ളതാ. ഒന്ന് ഹെൽപ്പ് ചെയ്താ രക്ഷപ്പെടുമെങ്കിൽ അല്ലെന്ന് ഞാനും കരുതി. ഏതായാലും നമുക്ക് പറ്റുന്ന സെറ്റപ്പേ അല്ലത്. ആരാ ഇത്? ഹലോ ഹലോ, ഇത് അനിയൻ കുഞ്ഞാണോ? അതെ, ഇത് DYSP ഓഫീസിൽ നിന്നാ. ഒരു കേസിന്റെ കാര്യമാണ്. നാളെ 10 മണിക്ക് നിങ്ങൾ ഓഫീസിൽ എത്തണം. ഓ ശരി സാർ. എന്നാടാ? DYSP ഓഫീസിൽ നിന്നാ. നാളെ 10 മണിക്ക് അങ്ങോട്ട് ചെല്ലാൻ. എന്തോ കേസിന്റെ കാര്യമെന്നാ പറഞ്ഞേ. കേസോ? എന്നാ കേസ്? നീ ആ നമ്പർ നോക്കി. ആ പന്ന ഞാവള്ളി വല്ല നമ്പർ ഇടുന്നായിരിക്കോ? അത് ശരിയാ. എടാ, ഇതേതോ ലാൻഡ് ഫോൺ നമ്പർ ആണല്ലോ. നമുക്ക് തിരിച്ചു വിളിച്ചു നോക്കിയാലോ? ഡാ, അത് ഓ, എന്നാത്തിനാടാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമ്മളൊന്നുമില്ലേലും പൊതുപ്രവർത്തകരല്ലേ. ഹലോ, DYSP ഓഫീസ്. എടാ, അത് DYSP ഓഫീസ് തന്നെയാ. ഈശോയെ, എന്തോ സംഗതി ഉണ്ട്. എന്നാ നമുക്ക് ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞാലോ? അത് വേണോ? ഇരിക്കൂ. വേണ്ട മാഡം, ഇരുന്നോളൂ. അനിയൻ കുഞ്ഞ് അതെ. യൂത്ത് ഫ്രണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആണല്ലേ? അതെ മാഡം. പക്ഷേ അതൊരു ഉൾപാർട്ടി തർക്കത്തിൽ ഇപ്പം മരവിപ്പിച്ചിരിക്കുക. ഇപ്പോ ഇവിടെ വിളിപ്പിച്ച എന്തിനാന്നറിയോ? ഇല്ല. ഒരു ഊഹമില്ല? ഇല്ല മാഡം. രമ്യ സതീഷ് എന്നൊരു പെൺകുട്ടി അറിയുമോ? ഇല്ല മാഡം. അനിയൻ കുഞ്ഞിയുടെ ഒരു ഷോർട്ട് ഫിലിം പിടിക്കാൻ പൈസ ഇറക്കി അല്ലേ? അതെ മാഡം, കുറച്ച് ഫൈനാൻസ് ഇറക്കിയായിരുന്നു. ഇപ്പൊ എന്തോ ഒരു ബൾബ് കത്തിയല്ലോ. മാഡം, ആ സിനിമയിലെ നായികയുടെ പേര് രമ്യ സതീശൻ എന്നാ. ഓ, പേരൊക്കെ ഓർത്തു വെക്കാൻ പാടല്ലേ? ഇങ്ങനെ എത്രയോ പെൺകുട്ടികൾ അല്ലേ? അയ്യോ, അങ്ങനെയല്ല മാഡം. ഞാൻ ഈ കുട്ടിയെ ആകെ ഒരു തവണ ലൊക്കേഷനിൽ പോയപ്പോൾ കണ്ടിട്ടുള്ളതാ. എൻ്റെ ഫ്രണ്ട് പ്രൊഡ്യൂസർ ജോമി ഒന്ന് പരിചയപ്പെടുത്തിയായിരുന്നു. പിന്നെ ഒരു അറിവുമില്ല. അപ്പോ പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല? എന്നതാ സംഭവിച്ചേ മാഡം? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. രമ്യ സതീഷ് എന്ന ആ പെൺകുട്ടിയുടെ ഒരു കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എ സെക്ഷൽ ഹറാസ്മെന്റ് കംപ്ലൈന്റ്. ജോമി എന്ന ആൾ രാത്രി അവളുടെ മുറി തുറപ്പിച്ച്
മദ്യലഹരിയിൽ അവളുടെ കൈക്ക് പിടിച്ചു എന്നതാണ് കംപ്ലൈന്റ്. പക്ഷേ ഉടൻ തന്നെ അവള് മുറിയിൽ കയറി വാതിലടച്ചതിനാൽ പിന്നീടൊന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം രമ്യയോടും അമ്മയോടും കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അതോടെ അവരാ ഇഷ്യൂ വിട്ടു. പിന്നെന്ത് കേസ് അല്ലേ? ഈ ജോസ് ഞാവള്ളി അറിയാമോ? അറിയാം. അനിയൻ കുഞ്ഞിന്റെ രാഷ്ട്രീയ ശത്രു. വെൽ, ഈ ജോസ് ഞാവള്ളി ആ രമ്യയുടെ അമ്മാവൻ ഗോപകുമാറിന്റെ ഫ്രണ്ടാ. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയ രമ്യയിൽ നിന്നും ഗോപകുമാർ ഈ സംഭവം അറിയുന്നു. അത് ഞാവള്ളി അറിയുന്നു. അങ്ങനെ ഈ കംപ്ലൈന്റ് ഉണ്ടാവുന്നു. സംഗതി എന്റെ അടുത്തെത്തുന്നു. അയ്യോ മാഡം, അനിയൻ കുഞ്ഞിനെ കുറിച്ച് കുട്ടി പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാവള്ളി എങ്ങനെയെങ്കിലും നിങ്ങളെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കും. ദാറ്റ്സ് വാട്ട് ഐ ഗ്യാദർ. മാഡം പ്ലീസ്, ഒരു തരത്തിലും എനിക്ക് പങ്കോ അറിവോ ഇല്ലാത്ത കാര്യങ്ങളാ ഇതെല്ലാം. കൊച്ചപ്പനും കൊച്ചമ്മയും ഇത് വല്ലതും അറിഞ്ഞ? അപ്പോ ഫാദറും മദറും? രണ്ടുപേരും എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഒരു ജീപ്പ് അപകടത്തിൽ മരിച്ചായിരുന്നു. കൊച്ചപ്പനും കൊച്ചും കൂടി എന്നെ വളർത്തി. മക്കളില്ലാത്ത അവർക്ക് ഞാനെന്ന് വെച്ച പ്രാണനാ. കൈക്കൂട്ടത്തിൽ പാപ്പി. അപ്പോ പാപ്പി വൈദ്യൻ? എന്റെ കൊച്ചപ്പനാ. അപ്പൊ ബിൻസിയോ? എന്റെ ചേച്ചി അമേരിക്കയില. അപ്പൊ മറ്റു ചേച്ചിമാരൊക്കെ? എല്ലാരും അമേരിക്കയില. മാഡത്തിന് ചേച്ചിമാരെ അറിയാവോ? നിന്റെ ചേച്ചി ബിൻസിയും ഞാനും ക്ലാസ്മേറ്റ്സാ. ആഹാ, ആണോ? അപ്പൊ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിന്റെ കൊച്ചപ്പനെ ഒന്ന് കാണണം. 99% ഈ കേസ് മുന്നോട്ട് പോവാതിരിക്കാനാണ് സാധ്യത. പിന്നെ 1% ഉള്ളത് നമ്മൾ ഗൗരവമായി തന്നെ എടുക്കണം. അതുകൊണ്ട് അനിയൻ കുഞ്ഞിനെ നമുക്ക് തൽക്കാലം ചേച്ചിമാരുടെ അടുത്തേക്ക് വിടാം. ജസ്റ്റ് എ ടാക്ടിക്കൽ മൂവ്. എന്നാലും ഇവനായിട്ട് തെറ്റൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ഇതിപ്പോ ഒരു ഒളിച്ചോട്ടം പോലെ ആകത്തില്ലെന്ന് എനിക്കും. പാപ്പിച്ചായ, ഇക്കാലത്ത് സെക്ഷൽ ഹറാസ്മെന്റ് കേസ് എന്നൊക്കെ പറയുമ്പോ കണ്ടമാനം മാനിപ്പുലേഷൻസും പൊളിറ്റിക്കൽ സ്കോറിംഗും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇവനൊരു ആൺകുട്ടിയല്ലേ, ലോകം കണ്ട് വരട്ടെന്നേ. എന്നാലും എൻ്റെ കുഞ്ഞെ, ഇവൻ എന്തേലും പറ്റിയാല്? അനിയൻ കുഞ്ഞെ, നീ തന്നെ ഇവരെ ഒന്ന് സമാധാനിപ്പിക്കേ. അതെങ്ങനെയാ? നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കളിച്ച് തിരിഞ്ഞ് നടന്നാ മതിയല്ലോ. സത്യം പറ, നിനക്ക് ഞാവള്ളിക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് തോന്നുന്നില്ലേ? ജോമിക്കിട്ട് 2 പൊട്ടിക്കണമെന്ന് തോന്നുന്നില്ലേ? മാഡം തോന്നുന്നുണ്ട്. കണ്ടോ? എന്നാ പിന്നെ ഇവനെ എത്രയും വേഗം കടൽ കിടത്താനുള്ള ഉന്ത്രണ്ട് എന്താന്ന് വെച്ചാൽ അത് നോക്കാം. വെരി ഗുഡ്. സോ ഗുഡ് ലക്ക് അനിയ. മണിയൻ ചേട്ടോ, മണിയൻ ചേട്ടോ, നല്ല പണിയിലാണല്ലോ. ഇതെന്നെ പറ്റി? പകൽ സമയത്ത് അനിയമ്മങ്ങനെ ഇവിടെ കാണാറേ ഇല്ല. ഇതൊരു വലിയ സംഭവമാണല്ലോ. രാവിലെ കാപ്പിയോട് കഴിഞ്ഞു പോയ രാത്രി അത്താഴത്തല്ലേ പിന്നെ ഇങ്ങോട്ട് വരുവുള്ളൂ. ഞാൻ സഹായിക്കാമേ. കുഴപ്പമില്ല. എന്റെ കൈ ഇന്നത്തേക്ക് ഇത് 2 മതി. ഇത് ഞാൻ ചേടാ, ആളാകെ മാറിപ്പോയല്ലോ. എന്നാടാ സെബാനെ? അനിയൻ കുഞ്ഞേ, നമ്മുടെ ജോമി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവന് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്നാ കാര്യത്തിനാ? എന്റെ കയ്യിൽ നിന്ന് അവന് കിട്ടിയേ പറ്റത്തുള്ളൂ. എനിക്ക് അവന് കാണണ്ട. എടാ, അവനാകെ സങ്കടത്തില. നിന്റെ വീട്ടിലോട്ട് വരാനാണെങ്കിൽ ആകെ പ്രയാസത്തിലും. നമുക്ക് വൈകിട്ട് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. എവിടാന്ന് വെച്ചാ ഞാൻ നിന്നെ വിളിച്ചു പറയാം. വേണ്ട, ഞാനില്ല. ഡാവേ, അവനൊരു അബദ്ധം പറ്റിയതില്ലേ? ആ പ്രൊഡക്ഷൻ കൺട്രോളറും മറ്റും എല്ലാം കൂടെ പിരികേറ്റി ഒപ്പിച്ച പണിയാ. അനിയൻ കുഞ്ഞെ, ഞാനാ പറയുന്നേ, നമുക്ക് വൈകിട്ട് കണ്ടേ പറ്റും. കാണണം. ശരി. ഡാ, എന്നോട് ക്ഷമിച്ചു എന്നൊന്ന് പറയടാ. അല്ലേ വേണ്ട, ഒന്ന് മൂളിയാ മതി. എടാ, ഞാൻ ഇതിൽ കൂടുതൽ അവനോട് എങ്ങനെയാടാ ക്ഷമ പറയുന്നേ? എടാ, അവൻ ക്ഷമിച്ചു. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ടും അവൻ നിന്നെ ചവിട്ടിക്കൂട്ടിയില്ലല്ലോ. അതുപോലെ നീട്ടി ഒരു മൂളൽ അത്രയും മതി. അനിയൻ കുഞ്ഞെ, പ്ലീസ്. അനിയൻ കുഞ്ഞെ, ക്ഷമിച്ച. അപ്പൊ ഇനി അളിയൻ അമേരിക്കയിൽ പോയി നല്ലൊരു മദാമ പെണ്ണിനെയൊക്കെ കെട്ടി അവിടെ അങ്ങ് കൂടും. അവിടെ ഒന്നല്ലല്ലോ, എത്ര വേണേ ആവാലോ. കണ്ട, ഇവൻ ഇത് തന്നെ ചിന്ത. ഞാൻ ക്ഷമിച്ചത് വെറുതെ. ഇവൻ നന്നാവുകയല്ല. അയ്യോ എന്റെ പൊന്നളിയാ,
ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു തന്നേ. ആ അശ്വതി മേഡത്തിന്റെ അടിയുടെ ചൂട് ഇപ്പോഴും എന്റെ ഈ കരണത്തുണ്ട്. അനിയ, ആ ഞാവള്ളിക്കിട്ട് നമുക്ക് ശരിക്കൊരു പണി കൊടുക്കണം. ഇത്രയും നമ്മളെ വെള്ളം കുടിപ്പിച്ചിട്ട് അത് അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ? നീ വിട്ടെ, മിണ്ടി പോരുത്. എങ്ങനെയും കേസിൽ നിന്ന് ഊരിപ്പോരാൻ നോക്കുമ്പോഴാ അവന്റെ ഒരു പ്രതികാരം. എടാ സബാനെ, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നീ ഇവനെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചോണം. അതെ. എടി എരിവ് ഇച്ചിരി കുറഞ്ഞു പോയോ? പാകത്തിന് എന്നാ എടുത്തി? കഴിഞ്ഞ പ്രാവശ്യം ആൻസിക്ക് അച്ചാറ് കൊടുത്ത് വിട്ടപ്പം എരി വല്ലാതെ കൂടിപ്പോയെന്നായിരുന്നു പരാതി. അവളുമാരൊക്കെ അമേരിക്കയിൽ താമസിച്ച് മദാമ്മമാരുടെ കണക്കായി കാണും. നാക്കിന് എരിവും പുളിയൊന്നും പറ്റിയാലായിരിക്കും. ഓ അങ്ങനെയൊന്നും ഇല്ല നീ. എരി ഇല്ലാതെ അച്ചാർ എന്തിനു കൊള്ളാം? അയ്യോ, ഇതെല്ലാം കൂടെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്ലെയിന് വേറെ വാടകയ്ക്ക് വിളിക്കേണ്ടി വരുമല്ലോ. ഹലോ കൊച്ചേ, അതവിടെ ഇരിക്കട്ടെ. ഇത്രയും വേണോ? ഒന്ന് പോടവേ. ആകെ ഒരു പെരളിക്കിടയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബെസ്റ്റ്. അല്ല, കാര്യമായിട്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ. ഈ അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ വെക്കുന്ന കൂട്ടത്തിലേ എനിക്കും കൂടെ ഇച്ചിരി സ്ഥലം വെച്ചേക്കണം എന്റെ വായിന്റെ അകത്ത്. അയ്യോ, അതിനി എന്നതാണാവോ? കുറച്ച് എണ്ണയും കുഴമ്പൊക്കെ ആടാ നമ്മുടെ സ്വന്തം സാധനം. ആഹാ, അതിന് എന്നാ കാര്യത്തിന്? എടാ ഇരിക്കട്ടാ പോയി. നീ എന്നതായാലും എന്റെ കുറെ വിദ്യയൊക്കെ പഠിച്ചല്ലേ. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. കണ്ടേക്ക്. എടാ ശബാൻ കാറും കൊണ്ടിങ്ങ് എത്തുമെന്നല്ലേ പറഞ്ഞേ? പുറപ്പെടാൻ നീ 2 മണിക്കൂറും കൂടെ ഉള്ളേ. നീ അവനോട് കറക്റ്റ് സമയം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കൊച്ചപ്പൻ ഇത് എത്രാമത്തെ തവണ ചോദിക്കുന്നേ? എടാ നെടുമ്പാശ്ശേരി വരെ എത്താനുള്ളതാ. സമയത്തിന് എത്തിയില്ലെങ്കിൽ ഫ്ലൈറ്റ് അതിന്റെ പാട്ടിനങ്ങ് പോവേ. അതെ, ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ അവനിങ്ങ് തിരിച്ചു പോരും. നേര് പറഞ്ഞാൽ നിന്റെ കൊച്ചപ്പന് വലിയ സന്തോഷമായിരിക്കും. പറയുന്ന ഒരാളെ എടാ നിനക്ക് കേൾക്കണോ? ഈ അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് ഒക്കെ കുറച്ചു കാലത്തേക്ക് എന്നേലും കാരണം കൊണ്ടൊന്ന് മുടങ്ങിപ്പോയാൽ മതി. ഇന്നലെ കാലത്ത് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ പാർട്ടിയാ. ഓ പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോര്, ഒരു അമേരിക്കൻ ഹോളിഡേ. ഇല്ല സാരമില്ല, നീ പോയി ചിങ്ങി വാ. ഇനിയിപ്പം നീ ഇവിടെ വന്നിട്ടില്ല ആ പന്ന കേസിന്റെ തുരാല് കാരണം ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ നിന്നെ വളർത്തിയത് ഞാനും ഇവളുമൊക്കെ ആന്നേലും ഇത്രയും കാലം നീ നിന്റെ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും കണ്ണുമെട്ടത്തുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു. ഇനിയിപ്പോൾ നീ പോവാന്ന് പറയുമ്പോൾ അവർക്കും കൂടെ നിന്നെ കാണാനൊക്കത്തില്ലല്ലോ എന്നുള്ളൊരു ധരണമുണ്ട്. ഞാൻ ഇതെന്നാ ഒക്കെ പറയുന്നേ. നീ വേഗം കഞ്ഞി കുടിച്ച് റെഡിയാകാം.